നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കട്ടപ്പന പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും ബൈപ്പാസിലേക്കുള്ള ലിങ്ക് റോഡിലാണ്. ഈ റോഡിന്റെ ഒരു ശോചനീയാവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു മിനി വാൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അതിന്റെ ആക്സിൽ ഒടിഞ്ഞ് കിടക്കുകയാണ്. മാത്രമല്ല ഇവിടെ നിരന്തരമായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയാണ്. അത് 2 വീലർ ആയിക്കോട്ടെ, 4 വീലർ ആയിക്കോട്ടെ. സാധാരണ മിക്കവാറും 2 വീലറുകൾ അപകടത്തിൽപ്പെടുമ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളാണ് ഇവിടെ സഹായ ഹസ്തവുമായി എത്തുന്നത്. നിരവധി വാഹനങ്ങൾ, 4 വീലർ അടക്കം, കാറുകൾ അടക്കമുള്ള വാഹനങ്ങൾ നിരവധി ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും കട്ടപ്പനയിൽ മറ്റു പരിപാടികളൊക്കെ നടക്കുമ്പോൾ, ഇപ്പം ഉത്സവങ്ങളുടെ ഘോഷയാത്രകൾ, പാർട്ടി പരിപാടികളൊക്കെ നടക്കുമ്പോൾ വാഹനങ്ങൾ അവിടെ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയാണ്. ആ പാതയിലാണ് ഇത്തരത്തിലുള്ള ഒരു ശോചനീയാവസ്ഥ. മാത്രമല്ല ഇതുവഴിയാണ് ഗവൺമെൻറ് IT-യിലേക്കും ഗവൺമെൻറ് കോളേജിലേക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും നിരവധി വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന ഒരു പാതയാണ്. മാത്രമല്ല താഴെ ഒരു ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കിലേക്ക് പോകുന്ന രോഗികളടക്കം ഉപയോഗിക്കുന്ന ഒരു പാതയാണിത്. ഈ പാതയിലാണ് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. നിരവധി അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. രാത്രി കാലങ്ങളിലൊക്കെ ബൈക്ക് ഇവിടെ അപകടത്തിൽപ്പെടുകയും നാട്ടുകാരാണ് ഇവിടെ ഓടിയെത്തി ഇവരെ സഹായിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കട്ടപ്പന ടൗണിലെ ഏറ്റവും മോശമായ ലിങ്ക് റോഡാണിത്. വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന റോഡിലെ വൻ ഗർത്തങ്ങൾ ഭീഷണിയാവുകയാണ്. ഇവിടെ മിനി വാൻ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടു. ഇതോടെ വലിയ ഗതാഗത കുരുക്കുമുണ്ടായി. കട്ടപ്പന സ്റ്റേറ്റ് ബാങ്ക് ഭാഗത്തു നിന്നും ഇടുക്കിക്കവല ബൈപ്പാസിലേക്കുള്ള റോഡിലാണ് അപകടങ്ങൾ പതിയിരിക്കുന്നത്. ഈ വളരെയധികം വാഹനങ്ങൾ കടന്നു പോകുന്നൊരു വഴിയാണിത്. കാരണം ടൗൺ ഹാളിലേക്ക് പോകാനുള്ള ആളുകൾ, IT-യിൽ പഠിക്കുന്ന കുട്ടികൾ, ഗവൺമെൻറ് കോളേജിലെ കുട്ടികൾ, പിന്നെ താഴെ ഒരു ഓർത്തോയുടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ പോകുന്ന ഒത്തിരി രോഗികളൊക്കെ ഇതിലെ കടന്നു പോകുന്നൊരു വഴിയാണ്. അതുപോലെ തന്നെ ഒത്തിരി വാഹനങ്ങൾ ഇവിടെ വന്ന് അപകടത്തിൽപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ടൗണിൽ നിന്ന് തിരക്കുണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ബ്ലോക്ക് ആകുമ്പോഴൊക്കെ വളരെയധികം വാഹനങ്ങൾ ഇതിലെ കടന്നു പോകുന്ന വഴിയാണ്. പലപ്പോഴും 2 വീലറൊക്കെ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ട് ഇവിടുത്തെ അയൽവാസികളൊക്കെയാണ് അവരെ എടുത്ത് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകുന്നത്. പലപ്പോഴും ഇവിടെ വന്ന വണ്ടികൾ ഒത്തിരി അപകടത്തിൽപ്പെടാറുണ്ട്. കട്ടപ്പന മുനിസിപ്പാലിറ്റി ഇത്രയും മോശം വഴി ഒരിടത്തും കണ്ടിട്ടില്ല. കാരണം അധികൃതരുടെ ഒരു അവഗണനയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. കാരണം കുറേ നാളുകളായിട്ട് തകർന്നു കിടന്ന് പലപ്പോഴും പരാതി കൊടുക്കുകയും പിന്നെ ആളുകളെ അധികാരസ്ഥാനത്തെ കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവരത് തിരിഞ്ഞു നോക്കാറില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡിനുള്ള അവഗണന മാറ്റി ഈ റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി കാൽനട യാത്രക്കാരും ചെറുവാഹനങ്ങളും കടന്നുപോകുന്ന റോഡിലാണ് കുഴിയിൽ വീണ് അപകടങ്ങൾ തുടർക്കഥയാവുന്നത്. എല്ലാ ദിവസവും തന്നെ ഇതുവഴി സ്ഥിരമായിട്ട് പോകുന്ന ഒരു റോഡാണിത്. ഈ റോഡിങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ ഇതുവഴി തെന്നി വീഴുകയൊക്കെ ചെയ്തു. പിന്നെ വണ്ടി ചെറുതായിട്ടൊന്ന് അപകടത്തിൽപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് എത്രയും വേഗം നന്നാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടൗണിൽ തിരക്കേറുമ്പോൾ ഈ റോഡിനെയാണ് ഏവരും ആശ്രയിക്കുന്നത്. കൂടാതെ നിരവധി പ്രദേശവാസികളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ശോചനീയാവസ്ഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മുടെ കട്ടപ്പനയിൽ ഒരു സമ്മേളനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരക്കിട്ട ഒരു പരിപാടി, അല്ലെങ്കിൽ പോട്ടെ ഒരു ആശുപത്രി എമർജൻസി കേസ്, ഇവിടെ താഴെ ഒരു മിനി ക്ലിനിക്കുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ വരുന്ന ഒരു അത്യാവശ്യക്കാരെന്ന നിലയിൽ നമ്മൾ അവരുടെ ഒരു പക്ഷത്ത് നിന്ന് ചിന്തിച്ച് നോക്കാം. ഇത് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ വരുമ്പോഴത്തേനും ഇവിടുന്ന് ഉറപ്പായിട്ടും ഈ വണ്ടി തിരിച്ച് റിവേഴ്സ് എടുത്ത് പോകാമെന്നുള്ള കാര്യം ഒരു രീതിയിലും പ്രാപ്തിയാവുന്ന കാര്യമല്ല. അതിനാൽ നിങ്ങൾ ഈ ഒരു റോഡിൻ്റെ ദയനീയാവസ്ഥ ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാകും. ഇത് ഒന്ന് കണക്കിലെടുത്തുകൊണ്ട് ഇത് ഒത്തിരി പ്രാവശ്യമായിട്ട് ഞങ്ങൾ ഈ ഒരു പ്രശ്നത്തിൽ ഞങ്ങൾ പരിഹാരം തേടിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാരാണ്. അപ്പം മുനിസിപ്പാലിറ്റി ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉടൻ തന്നെ ഉണ്ടാക്കി തരണമെന്ന് താഴ്മയായി ഒരു നാട്ടുകാരൻ എന്ന രീതിയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. വീതി കുറഞ്ഞ റോഡിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തിൽ വീണ് നിരവധി ഇരുചക്രവാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതുവഴി വന്ന കാറും അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ വാഹനത്തിൻ്റെ ഉടമ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ വന്ന് കുഴി വീണതിൻ്റെ പേരിൽ എനിക്ക് ഇഷ്ടം പോലെ നഷ്ടങ്ങൾ വരും. ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന വഴിയാണ്. പിന്നെ കട്ടപ്പനയിലെ സമ്മേളനങ്ങൾ, പാർട്ടി പരിപാടികളൊക്കെ വരുമ്പോഴത്തേനും ടൗണിലെ തിരക്കൊഴിവാക്കാനായിട്ട് ഒത്തിരി വണ്ടിക്കാർ പോകുന്നതാണ്. ഇതിങ്ങനെ ഇട്ടാൽ ഇതൊരു തുടർ കഥയാണ്. ഇത് ഇന്ന് എനിക്ക് സംഭവിച്ചു, നാളെ വേറൊരാൾക്ക് സംഭവിക്കും. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇഷ്ടംപോലെ ബൈക്കുകാർ, കാറുകാരെല്ലാം വന്ന് വീട് അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിക്കും ഇതിൻ്റെ പേരിൽ. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം.
ഏറെ പ്രയോജനകരമായ ഈ റോഡ് എത്രയും വേഗം യാത്രായോഗ്യമാക്കാത്ത പക്ഷം പ്രത്യക്ഷ സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ്, ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.